നമസ്കാരം. എംപതിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ ആക്ടിവിറ്റിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എംപതി നമുക്കെല്ലാം അറിയുന്ന പോലെ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഫീലിംഗ്സ് ഓഫ് അനദർ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ എംപതി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എബിലിറ്റി ടു ടേക്ക് ഓൺ അനദേഴ്സ് പെർസ്പെക്റ്റീവ്, ടു അണ്ടർസ്റ്റാൻഡ്, ഫീൽ ആൻഡ് പോസിബിളി ഷെയർ ആൻഡ് റെസ്പോണ്ട് ടു ദ എക്സ്പീരിയൻസ്. എംപതി ഏത് തരത്തിലാണ് എഞ്ചിനീയറിംഗ് കരിക്കുലവുമായിട്ടും എഞ്ചിനീയറിംഗ് പ്രൊഫഷനുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇന്ന് നോക്കുന്നത്. എംപതി ഫോർ എഞ്ചിനീയേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ ഗാമ എന്നൊരു ടൂൾ വെച്ച് ഡെവലപ്പ് ചെയ്തൊരു PPT ആണ് നമ്മൾ കാണുന്നത്. എംപതി എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് ഫീലിംഗ്സ് ബട്ട് ഓൾസോ പുട്ടിങ് യുവർസെൽഫ് ഇൻ ദർ ഷൂസ്. എഞ്ചിനീയേഴ്സിന് അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാനും അവരുടെ സക്സസ്ഫുൾ കരിയറിനും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. നല്ലൊരു എഞ്ചിനീയർ ആവണമെങ്കിൽ നമുക്ക് പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കാൻ പറ്റണം. യൂസറിന്റെ നീഡ്, മോട്ടിവേഷൻ, ചലഞ്ചസ്, വ്യത്യസ്തരായ യൂസർ ഗ്രൂപ്പുകളെ മനസ്സിലാക്കാൻ പറ്റണം. എങ്ങനെയാണ് യൂസേഴ്സ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റിനും സർവീസിനെയും പറ്റി, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് നല്ല പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിനായി ആക്റ്റീവ് ലിസണിങ് സ്കിൽസ് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. ഇത്തരത്തിൽ എംപതൈസ് ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ ഇംപ്രൂവ്ഡ് യൂസർ എക്സ്പീരിയൻസും എൻഹാൻസ്ഡ് കൊളാബറേഷനും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് എത്താനും പറ്റും. അത് നമുക്ക് യൂസറിന്റെ ചലഞ്ചസും മനസ്സിലാവുകയും അതിനനുസരിച്ച് എഫക്റ്റീവായിട്ട് സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. നല്ല എഞ്ചിനീയേഴ്സ് ആകുമ്പോൾ എംപതി ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വോളണ്ടിയർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായ ഡിസൈൻ തിങ്കിങ്ങിൽ എംപതൈസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്സിൽ ഒന്നായിട്ട് വരുന്നത്. ഡിസൈനേഴ്സിന് യൂസേഴ്സിന്റെ നീഡ് മനസ്സിലാക്കാനും ഡിസയേഴ്സ് മനസ്സിലാക്കാനും അവരുടെ പെയിൻ പോയിന്റ്സ് മനസ്സിലാക്കാനും ഒരു ഡീപ്പർ ലെവലിൽ യൂസേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനും എംപതി അത്യാവശ്യമാണ്. അതിന് പല ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. ഡിസൈനേഴ്സിന് ആക്സസിബിലിറ്റിയും ഇൻക്ലൂസിവിറ്റിയും എൻഷുർ ചെയ്യാനും യൂസർ സെൻട്രിക് ആയിട്ടുള്ള ഡിസൈനിലേക്ക് എത്താനും എംപതൈസ് ചെയ്യാനുള്ള എബിലിറ്റി കൃത്യമായിട്ട് ഉണ്ടാവണം. അത്തരത്തിൽ എബിലിറ്റി ഉണ്ടാകുമ്പോൾ യൂസർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സിലേക്ക് നമ്മളെത്തും, പ്രോഡക്റ്റ് ഒരു സക്സസ്സിലേക്ക് എത്തുകയും ചെയ്യും. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്ത് ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് അത്തരത്തിൽ എംപതൈസ് ചെയ്യാൻ, മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ലൈഫ് സ്കിൽ സിലബസ് തൊട്ട് എംപതി ഒരു പ്രധാന ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ലൈഫ് സ്കില്ലിന്റെ സിലബസിൽ എംപതിയുടെ മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ മാത്രമല്ല, റോൾ സ്റ്റോമിങ് ചെയ്യുമ്പോഴും പാരൻസുമായിട്ടും ടീച്ചേഴ്സുമായിട്ട് ഫ്രണ്ടായിട്ടൊക്കെ എംപതൈസ് ചെയ്താണ് ആ എക്സസൈസ് ചെയ്തത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു റോൾ പ്ലേ വരുന്നുണ്ട്. അപ്പോഴൊക്കെ എംപതിയുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായകമാകും. അതിനുശേഷം S6 ഡിസൈൻ തിങ്കിങ്ങും മിനി പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എംപതൈസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലഭിക്കുന്നത്. നമ്മുടെ ലൈഫ് സ്കില്ലിന്റെ മൂന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യേണ്ടത്, ഓരോ കുട്ടിയും ഇൻസ്റ്റൻസസ് ഓഫ് എംപതി അവരുടെ ജീവിതത്തിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ കണ്ടറിഞ്ഞതോ കേട്ടറിഞ്ഞതോ വായിച്ചറിഞ്ഞതോ ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് പ്രസന്റ് ചെയ്യും. അവർക്ക് സ്വയം അനുഭവവേദ്യമായതാണെങ്കിൽ അത്രയും നല്ലത്. അവനവന്റെ അനുഭവത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള അനുഭവങ്ങളിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത് അത് പ്രസന്റ് ചെയ്യും. എംപതൈസ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ഒരു വലിയ സ്റ്റെപ്പായി ഇത് മാറും. സമയപരിമിതി കൺസിഡർ ചെയ്ത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രസന്റ് ചെയ്യുന്നതിന് പകരം ഓരോ കുട്ടിയും ഓരോ ഇൻസ്റ്റന്റ് ആലോചിക്കുകയും ഗ്രൂപ്പായിട്ട് പ്രസന്റേഷൻ നൽകിയാലും മതിയാകും. അപ്പോൾ വളരെ ബ്രീഫായിട്ടുള്ള പ്രസന്റേഷൻ മതിയാകും. വിശദമായ റൈറ്റപ്പ് ഓരോരുത്തരും തയ്യാറാക്കുന്നത് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുകയും ഇതിനെപ്പറ്റി ചിന്തിക്കുകയും പ്രസന്റ് ചെയ്യുകയും ചെയ്തുള്ള അനുഭവം ജേർണലിൽ പകർത്തി വെക്കുകയും ചെയ്യും. ഫോർ വാച്ചിങ്.